ആ മാൻവിക്ക് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പം മാൻവിക്ക് വേണ്ടി അച്ഛൻ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തുടങ്ങണ്ട, ഒരു മിനിറ്റ് ഇല്ലേ. മാൻവിയുടെ കുഞ്ഞനുജത്തിയില്ലേ സാൻ്റപ്പൻ വരണം. സാൻ്റപ്പൻ വന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ മാൻവിയുടെ കയ്യിൽ അതെന്താ ഇരിക്കുന്നേ? അതിൻ്റെ പേര് പറഞ്ഞേ അച്ഛന്. എണ്ണ ഇപ്പോൾ ഒഴിക്കരുത്. ആദ്യം നമുക്ക് നാച്ചുറൽ. മാൻവി പറയുന്നതിന് മുമ്പ് എണ്ണയൊക്കെ അതാ ഒഴിച്ചു കഴിഞ്ഞ്. മതി മോളെ, മതി മതി മതി. ഒരു കുഞ്ഞു മുട്ട പൊരിക്കുക, അത്ര എണ്ണ മതി. ആ ഇങ്ങനെ എല്ലാം ആക്കിയോ? നമ്മളിന്ന് ഗ്യാസിലാണോ ഉണ്ടാക്കുന്നത് അതോ അടുപ്പിലാണോ ഉണ്ടാക്കണേ? കല്ലിലുണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ എടുത്തിട്ടില്ലേ? ഗ്യാസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മളിനി അടുപ്പ് കത്തിക്കണം. എണ്ണ എല്ലായിടത്തും ആയാ? നോക്കിയേ, പാൻ അച്ഛന് കാണിച്ചെന്നേ. മാൻവി ഇങ്ങോട്ട് നോക്ക്. ആ ഓക്കെ, എണ്ണ ആയിട്ടുണ്ട്. ഇനി നമ്മളെ കുഞ്ഞു വാവ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? കുഞ്ഞു വാവ സാൻ്റപ്പം വരാറുണ്ട്. സാൻ്റപ്പം വരുമ്പോൾ നമ്മൾ തീയിടും. അത് കുഴപ്പമില്ല, നമുക്ക് തീ കത്തിക്കാം, വീണ്ടും കത്തിക്കാം. ആ അതാ ചോട്ട കൂടി വന്നല്ലോ. ചോട്ട പ്രാർത്ഥിക്കുകയാണ്. ചോട്ട നല്ല ഉറക്കത്തിലായിരുന്നു. ചോട്ടെ ആ ആ ചോട്ട എന്താ പറയണേ? സാൻഡു എന്താന്ന് മനസ്സിലായാ? ആ അത് കയ്യിൽ വെച്ചോ. നമുക്കിനി തീ കത്തിക്കാം. അച്ഛ ഇപ്പം തീ വയ്ക്കാം. നിൽക്കി ഇപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട് അല്ലേ സാൻഡു? നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? ഓ ഒരു ചെറിയ മുട്ട ഉണ്ടാക്കാൻ പോണല്ലേ? ആ മാൻവിയത മുട്ട ഒഴിച്ചിട്ടുണ്ട്. സാൻഡു മുട്ട ഒഴിച്ചാ? മൊത്തം ഒഴിക്കും മോളെ, മൊത്തം. ഷാൻഡു ഒഴിച്ചോ? ആ ഷാൻഡപ്പ അതാ മുട്ട ഒഴിച്ചിട്ടുണ്ട്. തീ കത്തിനുണ്ടോ ഷാൻഡപ്പ? മാമി ഉപ്പിട്ട ഇനി എന്താ ഇടും? കുറച്ചുപ്പ് കൈ കൊണ്ടെടുക്ക്. ഇല്ല അത് മണ്ണിലായി. കുറച്ചെടുക്ക്. ഹായ് ഗൈസ്, അങ്ങനെ മാൻവി സാൻവിയും കൂടെ മുട്ട പൊട്ടിച്ച് വെച്ചു. ഇവിടെ സാൻവി ഭയങ്കര ബഹളമാണ്. മുട്ട എന്താ പറയുക ഓംലെറ്റ് ആക്കാൻ വേണ്ടി. രണ്ടുപേരും കൂടി ഭയങ്കര ബഹളം താണ് ഇവിടെ. അങ്ങനെ നമ്മളെ മാൻവിക്കുട്ടി എന്താ അടുപ്പിലെ തീ കത്തിക്കുകയെന്ന്. സാൻഡു ആണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താവോ എന്തോന്ന് കണ്ടറിയാം. ആ മാൻവി അതാ ചേച്ചി തീ കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അനിയത്തി അതാ നല്ലപോലെ ഇളക്കുന്നുണ്ട്. ഷാൻഡു മോൾ നന്നായിട്ട് ഇരുന്ന് ഇളക്കി കൊടുത്തേ. ആരാ മുട്ട ചിക്കി ആക്കുന്നുണ്ട് രണ്ടുപേരും. ചൂടാവട്ടെ. മുട്ട അതാ ചിക്കനുണ്ട്. അച്ഛൻ ഒന്ന് നല്ലപോലെ ഇളക്കി തരട്ടാ ഒരു വട്ടം. ഡ്രസ്സിൽ തീ പിടിക്കത്തില്ല കേട്ടോ. അപ്പുറത്തൊരു കല്ല് വെച്ച് ഞാൻ മറച്ചിട്ടുണ്ട്. വാവയുടെ ഡ്രസ്സിൽ തീ പിടിക്കുമെന്ന് ആരും കമൻറ്റ് ചെയ്യണ്ട. തീയൊന്നും പിടിക്കത്തില്ല. ചെറിയൊരു പുകയുണ്ട് മക്കളെ. ഇങ്ങനെയൊക്കെ തന്നെയാണ്. അച്ഛൻ കുഞ്ഞിലെ ആയിരുന്നപ്പോൾ ഗ്യാസൊന്നും ഇല്ല. ഗ്യാസൊക്കെ വർഷത്തിൽ ഒരു വട്ടം കണ്ടാലായി കേട്ടാ. ഇപ്പോഴാണ് ഓരോ മാസവും ഓരോ ഗ്യാസ് സിലിണ്ടർ. ഇതേ തീയിലാണ് അച്ഛൻ പണ്ട് ഊതുന്നത് കണ്ടാ. ആ മുട്ട അതായി വരണുണ്ട് അല്ലേ ഷാൻഡു? അച്ഛന് തരുമോ മുട്ട? ഷാൻഡപ്പാ അമ്മ ഷാൻഡു ഓടിയാ? അടി കൂടാതെ രണ്ടെണ്ണം ഒരുമിച്ച് നിന്നുള്ള അവസ്ഥ ഇതാണ്. അടി. മാൻവി എല്ലാം ആയിട്ടുണ്ട്. ഇനി പ്ലേറ്റ് എടുക്ക്. പ്ലേറ്റിലോട്ട് നമുക്ക് സെർവ് ചെയ്യാൻ ടൈമായി. മെഴുകുതിരിയൊക്കെ എന്തിനാ നശിപ്പിക്കണേ? കുരുത്തക്കേടാണ് ഈ മാൻവി, കുരുത്തക്കേടാണ്. ആയിട്ടില്ല. അച്ഛൻ തരാം. നമ്മൾ മുട്ടായി ഉണ്ടാക്കണത് എന്താ പറയണേ? നിങ്ങളെല്ലാവരും പേർളിമാണിയുടെ മക്കളെ പോലെ തന്നെ അല്ലേ? പേർളിമാണി കാണട്ടെ. ഓ ഹായ് ആയിട്ടുണ്ടേ. ആ നമുക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മളെ മുട്ട ആയിട്ടുണ്ടേ. ഷാൻഡപ്പാ ഇതാരാ പ്ലേറ്റിലെല്ലാം വെച്ചേ? ആരാ വെച്ചേ? ആ
സാൻഡ് വെച്ചാ ഇനി നമുക്ക് മുട്ട കഴിക്കാം. ആ ഒരു മിനിറ്റ്, അച്ഛൻ ഇങ്ങോട്ട് മാറ്റി വെക്കട്ടാ. ഇതാ മുട്ടയോ ആയിട്ടുണ്ട്. അനിയത്തിയും ചേച്ചിയും മാമിയും സാൻവിയും കൂടി രണ്ടുപേരും മുട്ട കഴിച്ചേ. ഒന്നിച്ച് കഴിക്കുക, ഷെയർ ചെയ്യണം കേട്ടോ. കണ്ട രണ്ടുപേരും ഷെയർ ചെയ്ത് കഴിക്കണം കണ്ട. ടേസ്റ്റ് ഉണ്ടാ? ആ കൊള്ളാവോ? മുട്ട ഇഷ്ടമായോ? ഇത് ആരുണ്ടാക്കിയ മുട്ടയാ? ഇത് ആരുണ്ടാക്കി? മാൻവി സാൻഡി ഉണ്ടാക്കിയ മുട്ടയാ. അപ്പോൾ ഇത് കാണുന്ന നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എൻ്റെ പറയും, എല്ലാ കുഞ്ഞുമക്കളും മുട്ട ഉണ്ടാക്കണം. എന്നിട്ട് മാൻവി എങ്ങനെ കഴിക്കും? ഷെയർ ചെയ്യോ ഇല്ലയോ? ആ ഷാൻഡു എന്താ പറയും? ആ